class we deals with a block for Unit 1 of Mass Communication entitled Theories of Media Effects. Theories of Media Effects. Here in this chapter, we have to go through what do you mean by necrosis? Okay, then what do you mean by catharsis? What do you mean by reinforcement theory? What do you mean by reflex effect? What do you mean by bandwagon effect? Magic bullet theory, media fatigue, grapevine communication, two-step flow of communication, etc. So these are some of the important questions we have to deal in this chapter. You memorize all this content because it is quite important. Define necrosis, define grapevine communication, define two-step flow of communication. So this, in this way, questions asked from this chapter. So first, necrosis. Okay, in order to understand what do you mean by necrosis, I produce an example. Necrosis. Necrosis, it is also known as necrotizing dysfunction. It is a concept in mass communication and sociology. It refers to the phenomenon where individuals become passive and apathetic due to the overwhelming amount of information they receive through mass media. Instead of taking action or engaging with the social issues, they simply absorb information, feeling as though they are contributing by being informed. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോ നിപ്പയുടെ വാർത്ത ന്യൂസിൽ കേൾക്കുന്നു ഇല്ലേ? ആദ്യത്തെ തവണ നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ അയ്യോ നിപ്പ ഇല്ലേ വന്നു. പക്ഷെ പിന്നീട് എന്താ യൂഷ്വലി നമ്മൾ നോക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് നിപ്പ ബാധിച്ചു, അതാണ് ഇന്ന രോഗലക്ഷണങ്ങളാണ്. നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ ഇത് കേട്ട് നമ്മൾ പാസീവ് ആവുകയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മളുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊണ്ടുവരണം, നമുക്ക് എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമോ, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എപ്പോഴും നമ്മൾ പാസീവായിട്ട് ഒരു ലോഡ് ഇൻഫോർമേഷൻ കേട്ട് ഇരിക്കുക, അല്ലാതെ അതിൻ്റെ അകത്തൊരു സോഷ്യൽ ഇഷ്യൂസിലോട്ട് ഇറങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒരിടത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ ഒരിടത്ത് ഭൂമികുലുക്കം ഉണ്ടായി, എല്ലാവരും ചെന്ന് ടി വി നോക്കിക്കൊണ്ട് നിൽക്കും. അയ്യോ ഭൂമികുലുക്കം ഉണ്ടായി, അവിടെ ഇന്ന ഇതൊക്കെ പറ്റി, അവിടെ ഇത്ര നാശനഷ്ടം സംഭവിച്ചു. എല്ലാവരും അതിന്റെ വിവരങ്ങൾ മാത്രം അറിയുക, അല്ലാതെ അതിൻ്റെ അകത്ത് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ that is called necrosis or necrotizing dysfunction. Dysfunction എന്ന് വെച്ചാൽ പാസീവായിട്ട് ആക്ട് ചെയ്യുക. Example, imagine a person who regularly watches news broadcasts and read articles about pressing social issues such as climate change. Initially, they are deeply concerned and motivated to make a difference. However, they become passive observers, thinking that their knowledge alone is sufficient, even though they are not actively addressing the issue. This is an example of necrosis where the abundance of information leads to inaction and complacency. ഇപ്പൊ പ്ലാസ്റ്റിക് ആരോഗ്യത്തിന് ഹാനികരമാണ്, പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കരുത്, പ്ലാസ്റ്റിക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കും. സോ ഇതിനെയൊക്കെ പറ്റി വാർത്തകൾ ധാരാളമായിട്ട് ആദ്യം വരുമ്പോൾ എല്ലാവരും ശരിയാണ്, നമ്മളിങ്ങനെ ചെയ്തുകൂടാ, നമ്മളിങ്ങനെ ചെയ്തുകൂടാ, നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം എടുക്കുന്നു. പിന്നീട് ആകുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടായിരുന്ന മോട്ടിവേഷൻ നമ്മളിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് നമ്മൾ പാസീവ് ഒബ്സർവേഴ്സ് ആയി, എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ട്, അത് മതി. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്രയും അബണ്ടൻസ് ഓഫ് നോളജ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വെറും പാസീവായിട്ട് മാറുന്നു. സോഷ്യൽ ഇഷ്യൂസിലൊന്നും നമ്മളിത് എന്ത് ചെയ്യുന്നില്ല, എന്താ അത് അപ്ലൈ ചെയ്യുന്നില്ല. സോ ആ ഒരു ലെവൽ ഓഫ് നോളജിനെയാണ് നമ്മൾ നെക്രോട്ടൈസിങ് എന്ന് പറയുന്നത്. ഇത് കോവിഡിന്റെ കാര്യത്തിലായാലും ശരി, ഏതെങ്കിലും സോഷ്യൽ ഇഷ്യൂസിന്റെ കാര്യത്തിലായാലും ശരി, ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ വയലേഷൻ നടക്കുന്നു, ഓക്കെ, അങ്ങനെ ആയാലും ശരി, ജനങ്ങളെല്ലാം ന്യൂസ് കേട്ട് പാസീവായിട്ടിരിക്കുന്ന പ്രക്രിയയാണ്. അത് നിങ്ങൾ ജനങ്ങൾ ന്യൂസ് കേട്ട് ഒരു ലോഡ് ഓഫ് ഇൻഫർമേഷൻ കേട്ടിട്ട് പാസീവായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ നെക്രട്ടൈസിങ് എന്ന് പറയും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നെക്രോസിസ് എന്ന് എഴുതി വെച്ച് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് മലയാളത്തിലൊന്ന് എഴുതി വെച്ച് ശീലിക്കുക കേട്ടോ. അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കഥാർസിസ് ആൻഡ് ഇറ്റ്സ് എക്സാമ്പിൾ. Catharsis is a psychological and emotional processing of releasing or purging negative emotions such as anxiety, fear, or anger by experiencing them through a medium like art, literature, or drama. Okay.
ഫോർ എക്സാമ്പിൾ ആകാശദൂത് സിനിമ കണ്ടപ്പോ കരയാത്തവര് വിരളമാണ് ഇല്ലേ? കാരണം അത് കണ്ടപ്പോ നമ്മളുടെ എന്തൊക്കെയോ ഒരു ഇമോഷനെ അത് ടച്ച് ചെയ്തു. നമ്മൾ കരഞ്ഞു, നമുക്ക് പേടിയുണ്ടായി, നമുക്ക് ദേഷ്യം വന്നു, നമുക്ക് ഒരുപാട് സങ്കടം വന്നു, നമ്മൾ എന്ത് ചെയ്തു? കരഞ്ഞു. കരയുക വെച്ചാൽ എന്താണ്? ആ കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്? കരയുകയും അല്ലെങ്കിൽ ആ കഥാപാത്രമാണ് സഫർ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന്റെ വേദന കണ്ടിരിക്കുന്ന ആളിലേക്കും കൂടെ പ്രവഹിക്കുകയും അയാളെ കഥാപാത്രത്തിന്റെ വേദന തന്നിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് അയാള് ഉള്ളിൽ ഒരുപാട് ദുഃഖം ഘനീഭവിച്ച് അയാൾ കരയുന്നു. സോ അതിനെയാണ് കഥാർസിസ്. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വേദന തിങ്ങി നിറഞ്ഞിട്ട് നമ്മൾ കരയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേദന ചോർന്നൊലിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ? വേദന ഇല്ലാതാകും, വേദന കുറയുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് കഥാർസിസ്. കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും, നമുക്കൊരു പ്യൂരിഫിക്കേഷൻ തോന്നും. ദാറ്റ് ഈസ് കാൾഡ് കഥാർസിസ്. ഇത് സാധാരണ അപ്ലൈ ചെയ്യുന്ന ആർട്ട്, ലിറ്ററേച്ചർ, ഡ്രാമ, ഫിലിം ഇതുകളിലൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള കഥാർസിസ് അപ്ലൈ ചെയ്യുന്നത്. It allows the individual to confront and process these emotions in a controlled and safe environment, ultimately leading to emotional relief and a sense of psychological cleansing. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ആ പറയുന്ന വ്യക്തികൾക്ക് ഒരു തരത്തിലുള്ള ഇമോഷണൽ കൺട്രോൾ കിട്ടുന്നു. അവർക്കൊരു സേഫ് എൻവയോൺമെന്റ്. നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോൾ നമ്മളിരുന്ന് കരയുന്നത് 100 പേരുടെ മുന്നിലിരുന്നല്ല, ആരും കാണാതെ അല്ലേ? നമുക്ക് അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കുമ്പോഴും ഒരിക്കലും അലറി കിടന്ന് ചിരിക്കത്തില്ല. നമ്മളെല്ലാവരും കൺട്രോൾഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമോഷണൽ റിലീഫ് വരുത്തുന്നു. ആൻഡ് ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ക്ലെൻസിങ്. ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ ആൾക്കാര് വീണ്ടും വിഷമം തോന്നുന്ന സിനിമകളോ മറ്റു കാണാറില്ല. അവര് മനസ്സിലെ മനസ്സോടെയെങ്കിലും കുറച്ച് കോമഡി ഒക്കെ കാണാൻ ശ്രമിക്കും. എന്തിനാ? മിക്കവാറും ആൾക്കാർ രാത്രി കിടക്കാൻ നേരം കുറച്ച് പേരൊക്കെ കിടന്ന് ഉറങ്ങാൻ നേരം അവര് കുറച്ച് കോമഡി കണ്ടിട്ട് കിടന്ന് ഇറങ്ങാൻ ശീലിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ഡേ മനസ്സ് ഇച്ചിരി ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കോമഡി കണ്ട് അവര് ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? ഒന്ന് റിലാക്സ് ആകുന്നു. ആ റിലാക്സ് ആകുന്ന പ്രക്രിയയാണ് കഥാരസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കഥാപാത്രം കരയുമ്പോൾ കൂടെ നമ്മൾ കരയുന്നുണ്ടെങ്കിൽ ആ പ്രക്രിയയാണ് കഥാരസിസ് എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു റിലീസ് അവർ ഇമോഷൻസ് സച്ച് ആസ് ആങ്സൈറ്റി, ഫിയർ, പർഗേഷൻ ആൻഡ് ആങ്കർ. മനസ്സിലായോ? Yes, ma'am. Then Yes, ma'am. example, in the context of tragic film, viewers might experience catharsis when witnessing a character tragic fall, tragic downfall. By empathizing with the character's suffering and experiencing their emotional journey, viewers can release their own pent-up emotions, leading to a feeling of emotional release and in some cases a sense of emotional resolution. ചില ട്രാജിക് ഫിലിമില് നമ്മൾ കാണാറുണ്ട് അവസാനം വരുമ്പം നായക കഥാപാത്രം ഫോർ എക്സാമ്പിൾ പണ്ടത്തെ ഒരു ഫിലിമുണ്ട് തിലകന്റെ കൊച്ചുമകനാണ് ആര്? ജയറാം. ജയറാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിലകന്റെ വീട്ടിലേക്ക് കൂട്ടുകാരുമായിട്ട് വരികയാണ്. അന്നേരം ആ സിനിമയുടെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അന്നേരം തിലകൻ തന്റെ കൊച്ചുമകനെ കാത്തിരിക്കുകയാണ്. അവൻ അതുവരെ കൊടുത്തു വിട്ടിട്ടുള്ള സമ്മാനങ്ങള്, അവൻ കൊടുത്തു വിട്ടിട്ടുള്ള കാർഡുകള് ഇതെല്ലാം കണ്ടിട്ട്. പക്ഷെ ആ കൊച്ചുമകൻ ഒരിക്കൽ വന്നിട്ട്, നമ്മുടെ ജയറാമാണ്, വന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? കടലിൽ കുളിക്കാൻ പോകുമ്പോ കടലിൽ അവൻ ഒഴുകി പോകുന്നുണ്ട്. ആ അപ്പൂപ്പന്റെ ഒരു ദുഃഖം, ഒരിക്കലും തന്റെ കൊച്ചുമകൻ തിരിച്ചു വരില്ല എന്നറിഞ്ഞ് ആ അപ്പൂപ്പൻ വിതുമ്പിയപ്പോ കണ്ടിരുന്ന പ്രേക്ഷകരും കൂടെ വിതുമ്പിയിട്ടുണ്ട്. സോ ഒരു ട്രാജിക് ഫിലിമാണ്. ഓക്കെ, നമുക്കത് കണ്ടറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മറ്റേ എന്താ ഇല്ല കിലുക്കം അല്ലല്ലോ, കിലുക്കം അല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബേബി ശാലിനി ഓടയ്ക്കകത്ത് വീഴുന്ന ഒരു ഫിലിം ഉണ്ട്. അതിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. ആ ഫിലിമിന്റെ അകത്ത് ബേബി ശാലിനി ആ കുഞ്ഞ് ഓടയ്ക്കകത്ത് വീണ് കിടന്നിങ്ങനെ അമ്മ അമ്മ എന്ന് കിടന്ന് നിലവിളിക്കുമ്പോ അതിൻ്റെ കൂടെ ഒപ്പം കിടന്ന് വിഷമിച്ച അമ്മമാരുണ്ടാകും. അതുപോലെ തന്നെയാണ് ജയറാമിന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ പെൺകുട്ടിയും ആ അമ്മയും കൊച്ചിനെയും പറ്റിച്ചിട്ട് ജയറാം അവരെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റിട്ട് മറ്റൊരാളുടെ കയ്യിന്ന് പൈസ വാങ്ങിച്ചിട്ട് മുങ്ങുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇവരെ രണ്ടുപേരെയും വില്ലൻ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട് ഈ കൊച്ച് കഴിക്കാൻ ഒന്നുമില്ലാതെ, കുടിക്കാൻ ഒരു തുള്ളി ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ വെള്ളമില്ലാതെ ഈ കുഞ്ഞ് കിടന്ന് അമ്മ പസിക്കണമ്മ, അമ്മ പസിക്കണമ്മ
അപ്പ രക്ഷിക്കാൻ വരും. അമ്മ പസിക്കണമ്മ എന്ന് പറയുന്ന സീൻ കണ്ടിട്ട് 2-3 ദിവസം എനിക്ക് ഭക്ഷണം പോലും സത്യത്തിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം എനിക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് കുടിക്കാൻ വെള്ളം എടുക്കുമ്പോഴേ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ ഈ കൊച്ചിന്റെ ആ ഡയലോഗ് ഉണ്ടല്ലോ, അമ്മ പസിക്കണമ്മ. ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് തട്ടി. നമുക്കറിയാം അത് ഫിലിമാണ്. അത് അവർ ആക്ട് ചെയ്യുകയാണ്. അവർ അതിൻ്റെ അകത്ത് എല്ലാം ചുമ്മാ അഭിനയിക്കുകയാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ആഘാതമേൽപ്പിക്കും. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് കഥാരസിസ്. നെവർ forget it. Then comes to reinforcement theory. Reinforcement theory suggests that എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഠിപ്പിക്കുമ്പോൾ അതപ്പം തീർത്ത് പോകണം കേട്ടോ. Reinforcement theory suggests that when people get information that support what they already believe, they tend to accept it more readily. It like when sport fans are more excited to hear good news about their favorite team winning, but less interested when team lost. Okay. ഇപ്പം എനിക്ക് ആം, എനിക്ക് ഇത് എന്താണ് പൊളിറ്റിക്കൽ ന്യൂസ് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന് വെച്ചു. അന്നേരം പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ ഇലക്ഷന് എന്തായാലും UDF ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാർത്ത കേൾക്കാൻ ഞാൻ ഭയങ്കര താല്പര്യം പിടിച്ചിരിക്കും. ആ വാർത്ത അങ്ങനെ കേൾക്കാനാണ് എനിക്ക് താല്പര്യം. സോ അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്. അന്നേരം റീഇൻഫോഴ്സ്മെന്റ് തിയറി സജസ്റ്റ് ദാറ്റ് വെൻ പീപ്പിൾ ഗെറ്റ് ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ട് വാട്ട് ദേ ഓൾറെഡി വാണ്ട് ടു ബിലീവ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം കേൾക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം ഇസ് കാൾഡ് റീഇൻഫോഴ്സ്മെന്റ് തിയറി. ഓക്കെ, ഞാൻ എന്തെങ്കിലും കാര്യം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ആ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാർത്തയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. ആൻഡ് ദാറ്റ് ഇസ് കാൾഡ് റീഇൻഫോഴ്സ്മെന്റ് തിയറി. This theory says that we like to stick to our existing beliefs and attitudes and feel comfortable when we get information that confirms what we already think. In other words, people are more likely to be influenced by information that agrees with their views, what they hear often rather than information that goes against their belief. ഇത് നേരത്തെ മുകളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മീൻസ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ആ വിശ്വസിക്കുന്ന കാര്യത്തിനെ ബേസ് ചെയ്ത് ഒരാൾ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഒരു വാർത്ത വരുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്നെങ്കിൽ അത് കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അതിനെക്കുറിച്ച് മറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാകില്ല. സോ ആ താല്പര്യം ഉണ്ടാകുന്ന വശത്തിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇനി റിഫ്ലക്സ് ഇഫക്റ്റ്. Reflex effect of a mass communication or mass media refers to a situation where media can directly and immediately impact individuals and society, shaping their attitudes and behaviors without the need for conscious reflection or critical evaluation. The theory suggests that repeated exposure to media messages influence people's perception of reality and affect their action. സോ റിഫ്ലക്ട് ഇഫക്റ്റ് ഒരു മാസ് മീഡിയയിലെ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലെ റിഫ്ലക്ട് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഒരു ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിക്കും ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ഇഫക്റ്റിനെയാണ്, പെട്ടെന്നുള്ള പ്രതികരണത്തെയാണ് നമ്മൾ റിഫ്ലക്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ തൊല്ലിപ്പുറത്ത് ഒരു ചൂട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ മാറ്റത്തില്ലേ, റിഫ്ലക്സ് ആക്ഷൻ. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള പ്രതികരണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഷേപ്പ് ഇതെങ്ങനെ റിഫ്ലക്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്? ബൈ ഷേപ്പിംഗ് ദിയർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് വിതൗട്ട് ദ നീഡ് ഫോർ കോൺഷ്യസ് റിഫ്ലക്ഷൻ ഓർ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. സോ അത് ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ മാനസിക സ്ഥിതിയെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ തന്നെ രൂപീകരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ കോവിഡ് സംഭവിച്ചപ്പോൾ 2 വർഷം എടുത്തിട്ടല്ല ഇവിടെ ആൾക്കാർ മാസ്ക് ഇട്ട് തുടങ്ങിയത്, പെട്ടെന്നായിരുന്നു ഇല്ലേ? ഇപ്പൊ ഇവിടെ നിപ്പ വന്നു. നിപ്പ കോഴിക്കോട് വന്നപ്പം 5-6 ദിവസം എടുത്തിട്ടല്ല അത് അവരെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയത്, പെട്ടെന്നാണ്. ഇറ്റ്സ് എ റിഫ്ലക്സ് ഇഫക്റ്റ്.
Okay, then this theory suggested that repeated exposure to media messages influence people's perception of reality and affect their action. ഈ തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാസ് മീഡിയയുമായിട്ട് ഇങ്ങനെ എക്സ്പോഷറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കാലക്രമേണ നമ്മളുടെ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, അതുവരെ നമ്മൾ യാഥാർത്ഥ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളെ പറ്റിയുള്ള നമ്മളുടെ ധാരണകള് കാലക്രമേണ തിരുത്തപ്പെടും. ഓക്കെ, കാലക്രമേണ തിരുത്തപ്പെടും. പണ്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. സാനിറ്റൈസർ എന്തിനാ? ഞാനൊക്കെ വിചാരിച്ചിരുന്ന മീനൊക്കെ കഴുകിയിട്ട് അല്ലെങ്കിൽ മീൻകറിയൊക്കെ കൂട്ടിയതിന് ശേഷം ആ കയ്യിൽ നാറ്റം പോലെ സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൈ ഒന്ന് ഫ്രഷ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തത്. പിന്നീട് കോവിഡ് ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം എന്നുള്ള കാര്യം പിടികിട്ടിയത്. സോ ചില മീഡിയയുടെ എക്സ്പോഷർ അതിന്റെ നമ്മളുടെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന റിയാലിറ്റീസിനെ മാറ്റി പുതിയ ആശയങ്ങളും പുതിയ പെർസെപ്ഷൻസും പുതിയ ബിഹേവിയേഴ്സും പുതിയ ആറ്റിറ്റ്യൂഡ്സും നമുക്ക് പ്രദാനം ചെയ്യുന്നു. Then bandwagon effect. Bandwagon effect. Bandwagon effect is when people tend to follow or adopt a certain belief, behavior, or trend because they believe it's popular or widely accepted by others rather than making their own independent judgment. ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നാട്ടിലെല്ലാവരും പലാസോ പാൻറ് ഇടുന്നു. ഓക്കെ, സത്യത്തിൽ ഈ പലാസോ പാൻറ് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ നാട്ടിലെല്ലാ പെൺകുട്ടികളും പലാസോ പാൻറ് ഇടുന്ന കണ്ടുകൊണ്ട് ഞാനും എന്തിട്ടു? പലാസോ പാൻറ് ഇട്ടു. നാട്ടിലെല്ലാവരും ജഗ്ഗിങ്സ് ഇടുന്നു, ഞാനും ജഗ്ഗിങ്സ് ഇട്ടു. മീൻസ് പോപ്പുലർ ആയിട്ട് എന്താണോ ആൾക്കാർ ചെയ്യുന്നത്, കൂടെയുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാരെല്ലാം പോപ്പുലർ ആയിട്ട് എന്ത് ട്രെൻഡാണോ കൊണ്ടു കിടക്കുന്നത് അതിനെ നമ്മളും ക്രിട്ടിസൈസ് ചെയ്യാതെ ഇഷ്ടമായിക്കോട്ടെ ഇഷ്ടമല്ലാതെ ആയിക്കോട്ടെ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. So bandwagon effect is when people tend to follow or adopt a certain belief, behavior or trend that is popular or widely accepted by others in the society rather than making their own independent judgment. സൊസൈറ്റിയില് ട്രെൻഡായിട്ട് കൊണ്ട് കിടക്കുന്ന ബിലീഫ്, ബിഹേവിയേഴ്സ്, ഈ ഫാഷൻ ഇതിനെയെല്ലാം യാതൊരുവിധ ജഡ്ജ്മെന്റും കൂടാതെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ജമ്പിങ് ഓൺ ബാൻഡ് വാഗൻ ബിക്കോസ് എവറി വൺ എൽസ് ഈസ് ഡൂയിങ് ഇറ്റ് without necessarily thinking it through or evaluating it or themselves. എല്ലാരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യും. അതാണ് ബാൻഡ് വാഗൻ ഇഫക്റ്റ്. This effect often leads to people conforming to what they see as prevailing opinion or trend in the society. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എല്ലാവരും കാണിക്കുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പ്രിവൈലിംഗ് ഡിസിഷൻ, ഇതാണ് ബാൻഡ് വാഗൻ ഇഫക്റ്റ്. ബാൻഡ് വാഗൻ ഇഫക്റ്റ് മനസ്സിലായോ? Yes, ma'am. Okay. Then Yes, ma'am. magic bullet theory. Magic bullet theory. Magic bullet theory, also known as hypodermic needle theory, is a communication theory that suggests that mass media, like a powerful bullet shot form gun, has the ability to directly and immediately influence and control the thoughts, attitudes, and behaviors of its audience according to this theory, media's messages are accepted and absorbed by audience without any critical analysis or resistance. So, magic bullet theory എന്ന് പറയുന്നത് it is also known as hypodermic needle theory. അന്നേരം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, define hypodermic needle theory. സോ ഇതൊരു കമ്മ്യൂണിക്കേഷൻ തിയറിയാണ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ ബുള്ളറ്റ്, ഒരു ഗണ്ണിൽ നിന്ന് പവർഫുൾ ബുള്ളറ്റ് എങ്ങനെയാണോ വരുന്നത് അതിന്റെ ഒരു ഇഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ഈ മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത്. ആൻഡ് ഹാസ് ദ എബിലിറ്റി ടു ഡയറക്ട്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇൻഫ്ലുവൻസ്, കൺട്രോൾ ദ തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദ ഓഡിയൻസ്. ഇപ്പം ഒരു പവർഫുൾ ബുള്ളറ്റ് നമ്മളുടെ തലയിലേക്ക് കയറി ഒരു കറക്റ്റ് സ്പോട്ടിലേക്ക് തറഞ്ഞിരിക്കുന്നത് പോലെ ചില ഐഡിയാസ്, ചില ആൾക്കാര് പറയത്തില്ലേ, ചില ആൾക്കാർക്ക് തലയണ മന്ത്രം ഓതാൻ നല്ല വിധമാണ് ഇല്ലേ? അവർ പറയുന്ന കാര്യം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം, അത് വെച്ചിട്ട് നമ്മളുടെ സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കി കളയും. എന്ന് വെച്ചാൽ നമ്മളെ മാൽ പ്രാക്ടീസ് ചെയ്ത് കളയും.
ഓക്കെ. ചില സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില വില്ലൻ കഥാപാത്രങ്ങൾ അതിൻ്റെ അകത്തുള്ള നല്ല കഥാപാത്രങ്ങളെ എന്ത് ചെയ്യുന്നു, പറഞ്ഞ് ഇല്ലാതാക്കി അവരെ ബാക്കിയുള്ളവർക്ക് നേരെ തിരിച്ചു വിടുന്നു. അതാണ് ശരിക്കും പറയുന്ന മാജിക് ബുള്ളറ്റ് തിയറി. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അക്കോർഡിംഗ് ടു ദിസ് തിയറി, മീഡിയ മെസ്സേജസ് ആർ അക്സെപ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ബൈ ഓഡിയൻസ് വിതൗട്ട് എനി ക്രിട്ടിക്കൽ അനാലിസിസ് ഓർ റെസിസ്റ്റൻസ്. The theory assumes that people are passive receivers of media content and it overlooks the role of the audience, individual perspectives, prior experiences, and cultural background in shaping their response to media messages. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ മീഡിയ കുറച്ച് മെസ്സേജസ്, കുറച്ച് വാർത്തകൾ വിടും. ഓക്കെ. ആ വാർത്തകളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്തൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോവിഡിന്റെ കണക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ മീഡിയ വിടുന്ന കണക്ക് ശരിയാണോ തെറ്റാണോ ജനം അത് ചിന്തിക്കുന്നേ ഇല്ല. പണ്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു, കോഴിക്കോട് ഇത്ര എന്താ കോവിഡ് സ്ഥിരീകരിച്ചു, തിരുവനന്തപുരത്ത് ഇത്ര കോവിഡ് സ്ഥിരീകരിച്ചു, കൊല്ലത്ത് ഇത്ര കോവിഡ് സ്ഥിരീകരിച്ചു, അങ്ങനെയുള്ള ഡാറ്റ വരുമല്ലോ. ആ ഡാറ്റ വരുമ്പം ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, കൊല്ലത്ത് ഇത്രേ ഉള്ളോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അത്രയും ഉണ്ടോ, ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചോദിക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, വി അക്സെപ്റ്റഡ് ദ ഡേറ്റ, വി അബ്സോർബ്ഡ് ദ ഡേറ്റ, ഇല്ലേ, വിതൗട്ട് എനി കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാതെ അതിനെ അതേപടി അങ്ങ് വിഴുങ്ങുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് മാജിക് ബുള്ളറ്റ് തിയറി. മനസ്സിലായോ? ഓക്കെ. അന്നേരം ഇനി നമുക്ക് അതൊന്നും കൂടെ ഒന്ന് വായിക്കാം. Magic bullet theory, it is also called a hypodermic needle theory. It is a communication theory. Here, it states that media directly influence, ഇങ്ങനെ വായിക്കണം, മീഡിയ, ഈ സംഭവമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കിട്ടാൻ മതി. മീഡിയ directly influence and control the thoughts, attitudes and behaviors of the audience. Okay. And here, the audience accepted and absorbed all these news without any critical analysis or resistance. അല്ലേ? സോ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ്, മീഡിയ ഫറ്റീഗ്. ഓക്കെ. ഫറ്റീഗ് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷീണം. ഇനി എന്താ മീഡിയ ഫറ്റീഗ് എന്ന് നോക്കാം. Media fatigue is when people feel mentally exhausted and overwhelmed due to the constant flow of information from mass media, especially news sources. It happens because we have easy access to various online platforms where we can consume a lot of news and information. This constant exposure can lead to stress and emotional instability. As a result, people may start avoiding media to cope with this exhaustion. In simple words, media fatigue is feeling tired and stressed because of too much information from the news and other media sources. So, media fatigue എന്ന് വെച്ചാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു ന്യൂസ് വന്ന് അതിനെ ചെന്ന് നോക്കി, ആ കണ്ടു കൊള്ളാം ഈ ഒരു ന്യൂസ് ഇതിനെപ്പറ്റി പറഞ്ഞു, പക്ഷെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും പിറ്റേ ദിവസം എല്ലാം ഇതുപോലെ ഈ ന്യൂസിനെ പറ്റിയിട്ടുള്ള വാർത്ത ഇങ്ങനെ മറ്റേ പല കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ we become tired, we are overwhelmed by the constant flow of information regarding a particular news. This constant exposure led to a kind of stress and emotional instability in the audience. So as a result, people may start avoiding the news to cope up with the exhaustion. പിന്നീട് ആ വാർത്ത കേൾക്കുമ്പോൾ ആൾക്കാർ കേൾക്കാൻ നിൽക്കില്ല, അതവരെ അങ്ങ് സ്ക്രോൾ ചെയ്ത് വിടും, അല്ലെങ്കിൽ അതങ്ങ് ചാനൽ മാറ്റി വിടും. കാരണം എന്താണ്, വി ബിക്കം എക്സോസ്റ്റഡ് ത്രൂ ദ ന്യൂസ്. അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം നമുക്ക് വേണ്ടുന്ന പോർഷൻസ് എല്ലാം നമുക്ക് കഴിഞ്ഞു. ഇനി ആ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരും. അത്ര ഇമോഷണലി എക്സോസ്റ്റഡ് ആയ അവസ്ഥയാണ് മീഡിയ ഫറ്റീഗ് എന്ന് പറയുന്നത്. Then grapevine communication. What do you mean by, നമ്മൾ പറയത്തില്ലേ കൊതിയും ഞൊണയും പറയാം, അതാണ് grapevine communication. ഇൻഫോർമൽ ആയിട്ട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ്. റൂമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇൻഫോർമൽ ആണ് അല്ലെ. ഇപ്പൊ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആണെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും മീറ്റിംഗ് കൂടുന്നു, അവർ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നു, പൊതുവായിട്ട് എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നു, ഇതെന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ.
ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതിനെയാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ ഉടനെ രണ്ടുപേര് ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് ചെന്ന് മാറി നിന്നിട്ട് പറയൽ, ഓ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അവരെന്താ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയുന്നതിനെയാണ്, ആ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്താന്ന് പറയുന്നത്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. So, grapevine communication is like informal chit chat or gossip that happens among the people. It's when information is passed around casually, often in a relaxed and unofficial way, without any formal structure or official channels. Just like how people talk to each other about rumors, news, or stories they have heard, that's grapevine communication. മീൻസ് നമ്മൾ റൂമേഴ്സ് പറയുന്നത്, ആരെങ്കിലും പറ്റി കഥകൾ ഉണ്ടാക്കി പറയുന്നത്, ആരെങ്കിലും കേട്ട കാര്യം പറയുന്നത്, ഇതെല്ലാം തന്നെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനിൽ പെടും. It is not always accurate, but it's how people share information with their friends, colleagues, or in their community. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. പറഞ്ഞു വരുമ്പോ ഞാനൊരു മാല വാങ്ങിച്ചു, 10 പേരുടെക്ക് വേറെ ആൾക്കാർ പറഞ്ഞു വരുമ്പോ ഞാനൊരു വജ്രമാല വാങ്ങിച്ചു എന്നാ മീൻസ് ഇതും അതുമായിട്ട് വലിയ ആക്യുറസി ഉണ്ടാകണമെന്ന് ഇല്ല. Okay, it is not always accurate, but it is how people share information with their friends, colleagues, and their community. Then two-step flow of information. Two-step flow of information is a way of understanding how information spreads, especially when it comes to opinions and decisions. ഇല്ലേ, നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നടക്കുന്നതാണ് ടു സ്റ്റെപ്പ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതെന്താന്ന് നോക്കാം. അതിന് 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, 2 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇൻഫർമേഷൻ സ്റ്റാർട്ട് വിത്ത് മാസ് മീഡിയ ലൈക്ക് TV, newspaper, or internet. But instead of going directly to everyone, it first reaches certain people known as opinion leaders. ഈ opinion leadersനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. These are folks who are well informed and influential in their communities. Second, opinion leaders then share this information with others, like other friends, families, and colleagues. These are regular people who trust the opinion leaders, and are influenced by what they say. So, two-step flow of communication എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പീനിയനും ഡിസിഷനുമാണ്. ഒരു അഭിപ്രായവും ആ അഭിപ്രായത്തിന് ചൊല്ലി ഒരു തീരുമാനം എടുക്കുകയാണ്. സോ ഇതാണ് 2 സ്റ്റെപ്പ്. So, information starts with mass media like TV, newspaper, internet. ഇപ്പം മാസ് മീഡിയയിൽ ടിവിയിലോ ന്യൂസ് പേപ്പറിലോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നു, ഓക്കെ, ആ ഇൻഫർമേഷന്റെ ചുവട് പിടിച്ച് അവിടെ ഒരു അന്വേഷണം നടക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഡയറക്ട്ലി ടു എവറി വൺ, ഫസ്റ്റ് ഇറ്റ് റീച്ചസ് certain people known as opinion leaders. നമ്മുടെ നാട്ടിലെ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. കൂടുതലും മിനിസ്റ്റേഴ്സ് അവരായിരിക്കും അഭിപ്രായം ആരായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കുട്ടി, ആ കുട്ടി ഒരു SC/ST ആണെന്ന് ഇരിക്കട്ടെ, വളരെ താഴെക്കിടയിലുള്ള ഒരു കുട്ടി, ആ കുട്ടി MBBSന്റെ മെറിറ്റ് ലിസ്റ്റിൽ വന്നു. പക്ഷെ സാമ്പത്തിക സ്ഥിതി തീരെ കുറവായതുകൊണ്ട് തന്നെ അതിനിപ്പോ പഠനം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം പത്രത്തിൽ വന്നു എന്നിരിക്കട്ടെ. സോ അത് ഒരു കാര്യം പത്രത്തിൽ വന്ന് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞു, ന്യൂസ് ആയി. അന്നേരം അത് ഇവിടോട്ടെത്തും, ഈ പറയുന്ന ഒപ്പീനിയൻ ലീഡേഴ്സിലേക്ക് എത്തും. ഇത് മന്ത്രിസഭയിൽ മന്ത്രിമാര് ചർച്ച ചെയ്യും. അങ്ങനെ ഒരു കുട്ടിക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, ധനസഹായം ചെയ്യണം. അത് അവർ ഒപ്പീനിയൻ ലീഡേഴ്സ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നു. ദീസ് ആർ ഫോക്സ് ഹു ആർ വെൽ ഇൻഫോംഡ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ കമ്മ്യൂണിറ്റി. ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള, സ്വാധീനമുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, അവർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. In the step 2, opinion leaders then share this information with others, like their family, friends, and colleagues. ഇല്ലേ, ലേറ്റർ ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് ഈ പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ ഫാമിലീസിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അന്വേഷിക്കുന്നു. എങ്ങനെയാണ്, കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഏതെങ്കിലും കോളേജ് മാനേജ്മെന്റുമായിട്ട് തീരുമാനിക്കുന്നു. ഇപ്പം ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് കുട്ടിയെ പഠിപ്പിക്കാനുള്ള കാശ് തരാമെന്ന് അവർ സമ്മതിക്കുന്നു. അങ്ങനെ കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. സോ അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാണ്. സോ ദീസ് ആർ ദ റെഗുലർ പീപ്പിൾ ഹു ട്രസ്റ്റ് ദ ഒപ്പീനിയൻ ലീഡേഴ്സ് ആൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വാട്ട് ദേ സേ. ശരിയാ, മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കേൾക്കാത്ത? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കേൾക്കുന്നു, അവർ കുട്ടിയെ
പഠിപ്പിക്കാൻ സന്നദ്ധ കാണിക്കുന്നു അല്ലേ? സോ ദീസ് പീപ്പിൾസ് ഇപ്പം ഈ പറയുന്ന ഒപ്പീനിയൻ ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവരെല്ലാം. സോ ദീസ് ആർ റെഗുലർ പീപ്പിൾ ഹു ട്രസ്റ്റ് ദ ഒപ്പീനിയൻ ലീഡേഴ്സ് ആൻഡ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വാട്ട് ദേ സേ. ഇവർ പറയുന്ന കാര്യങ്ങൾ, ഒപ്പീനിയൻ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഭയങ്കര സംതൃപ്തിയും തോന്നും, അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അന്നേരം ഈ മന്ത്രിമാരും ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. സോ ഇൻസ്റ്റെഡ് ഓഫ് ദ മാസ് മീഡിയ ഡയറക്ട്ലി കൺവിൻസിങ് എവരി വൺ, ഇറ്റ് ഗോസ് ത്രൂ ദീസ് ഒപ്പീനിയൻ ലീഡേഴ്സ് ഫസ്റ്റ്, who then pass it to others. It is like two-step process and to show how word of mouth and personal connection can shape what people think and decide. അല്ലേ? ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മാസ് മീഡിയ വഴി അറിയും. മാസ് മീഡിയയിൽ കൂടെ ഈ പറയുന്ന മന്ത്രിമാര് അവരുടെ PAs അവരെ ഈ വിവരം ധരിപ്പിക്കുന്നു. അങ്ങനെ മന്ത്രിമാരെ നേരിട്ട് ഇടപെട്ട് ആ കാര്യങ്ങൾക്ക് പലർക്കും തീരുമാനം ഉണ്ടാകും. സോ ഇത് വരുന്ന ഈ ടു സ്റ്റെപ്പ് ഫ്ലോ ആണ്. പലർക്കും എന്താണ് ചികിത്സാ സഹായം ലഭിക്കുക, ധനസഹായം ലഭിക്കുക, വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കുക, ഇതെല്ലാ പ്രക്രിയ നടക്കുന്നത് ഈ ടു സ്റ്റെപ്പ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലായോ?